നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ലോഹങ്ങൾക്കും ക്രിയാശീലത വ്യത്യസ്തമാണ് എന്ന് പഠിച്ചു. ചില ലോഹങ്ങൾക്ക് ക്രിയാശീലത വളരെ കൂടുതലാണ്, ചില ലോഹങ്ങൾക്ക് വളരെ കുറവാണ് എന്നിങ്ങനെയൊക്കെ നമ്മൾ ലോഹങ്ങളുടെ ക്രിയാശീലതയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ അവിടെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് വ്യത്യസ്ത ക്രിയാശീലതയുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെല്ല് നിർമ്മിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്താണ് ഈ സെൽ എന്ന് പറയുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ എ സെൽ? സെൽ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസ് ആണ് സെല്ല്. അപ്പൊ നമുക്ക് ആ സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. അപ്പൊ നമുക്ക് ഈ റിയാക്ടിവിറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ കൈവശം സിങ്ക്, കോപ്പർ എന്നീ രണ്ട് ലോഹങ്ങളുണ്ട്. അതോടൊപ്പം സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ് എന്നീ രണ്ട് സൊല്യൂഷൻസും ഉണ്ട്. ഇതുപയോഗിച്ച് ഞാനൊരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ രണ്ട് ബീക്കർ എടുക്കുന്നു. ഒന്നാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റും രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റും എടുക്കുന്നു. CuSO4 കോപ്പർ സൾഫേറ്റും എടുക്കുന്നു രണ്ടാമത്തെ ബീക്കറിൽ. ഇനി സിങ്ക് സൾഫേറ്റ് എടുത്ത ഈ ബീക്കറിൽ സിങ്ക് റോഡും കോപ്പർ സൾഫേറ്റ് എടുത്ത ഈ ബീക്കറിൽ കോപ്പർ റോഡും മുക്കി വയ്ക്കുന്നു. ഇനി ഇവയെ ഒരു വയർ ഉപയോഗിച്ച് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ ഗാൽവനോമീറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ ചെറിയ വൈദ്യുത പ്രവാഹം പോലും നമുക്ക് തിരിച്ചറിയാൻ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും മാത്രം ഞാനിവിടെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ തുടർച്ചയായ ഒരു വൈദ്യുത പ്രവാഹം സാധ്യമല്ല. തുടർച്ചയായ ഒരു വൈദ്യുത പ്രവാഹം സാധ്യമാകണമെങ്കിൽ ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യണം. ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡോ പൊട്ടാസ്യം നൈട്രേറ്റോ പോലുള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഫില്ല് ചെയ്ത ഒരു യു ഷേപ്പിലുള്ള ട്യൂബാണ്. അല്ലെങ്കിൽ നമുക്ക് ഫിൽറ്റർ പേപ്പർ മടക്കിയിട്ട് ഒരു യു ഷേപ്പിലാക്കിയിട്ട് ഈ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനിലോ പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനിലോ ഡിപ്പ് ചെയ്തിട്ട് ഈ രണ്ട് ബീക്കറിലും ആ സൊല്യൂഷനിൽ ഇങ്ങനെ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ, ആ ലൈനിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്താലും മതി. ഇതാണ് ഗാൽവനിക് സെൽ. അപ്പോൾ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു ഉപകരണമാണ് ഗാൽവനിക് സെൽ. ഇവിടെ രണ്ട് ലോഹങ്ങളുണ്ട്, സിങ്ക്, കോപ്പർ. അതോടൊപ്പം അവയുടെ തന്നെ സൊല്യൂഷനും എടുത്തിട്ടുണ്ട്. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുമാണ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു മെറ്റൽ എടുത്താൽ ആ മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യണം. ഇപ്പോൾ സിൽവർ ആണ് എടുക്കുന്നതെങ്കിൽ സിൽവർ നൈട്രേറ്റ് എടുക്കുക. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സൊല്യൂഷൻ ആയിരിക്കരുത്. ആ മെറ്റലിൻ്റെ തന്നെ സൊല്യൂഷനിൽ വേണം ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആദേശരാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത ശേഷം അവയെ ഒരു സോൾട്ട് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഗാൽവനോമീറ്ററിലെ സൂചി ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കിവിടെ നേരിയ ഒരു വൈദ്യുതി ലഭിക്കുന്നു. ഇതിനെ ഗാൽവനിക് സെൽ എന്നും വോൾട്ടായിക് സെൽ എന്നും പറയാറുണ്ട്. ഗാൽവനിക് സെൽ, വോൾട്ടായിക് സെൽ എന്നീ പേരുകളിൽ ഈ ഡിവൈസ് അറിയപ്പെടുന്നു. ഒരു ZnCu സെൽ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാമഗ്രികൾ: കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് റോഡ്, കോപ്പർ റോഡ്, ഗാൽവനോമീറ്റർ, പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ, ഫിൽറ്റർ പേപ്പർ എന്നിവയാണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ റോഡും മുക്കി വയ്ക്കുന്നു. ഗാൽവനോമീറ്ററിലെ റീഡിങ്ങിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷം
ഫിൽറ്റർ പേപ്പർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനിൽ മുക്കിയ ശേഷം യു ആകൃതിയിൽ വളച്ച് ഈ ലായനികളിൽ മുക്കി വയ്ക്കുന്നു. ഇപ്പോൾ ഗാൽവനോമീറ്ററിലെ റീഡിംഗ് ശ്രദ്ധിക്കുക. ഗാൽവനോമീറ്ററിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായി കാണാം. അതായത് ഇവിടെ വൈദ്യുതി ഉണ്ടായി എന്നർത്ഥം. ഇനി നമുക്ക് ഈ ലോഹങ്ങൾ പരിശോധിക്കാം. സിങ്ക്, കോപ്പർ. സിങ്കും കോപ്പറും പരിശോധിച്ചാൽ ഇതിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണ്? അതെ, സിങ്ക് ആണ് അല്ലേ? സിങ്ക് ആണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്ത് ചെയ്യുന്നു? ആ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ആ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ സിങ്ക് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്. അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യുന്നു? Zn2+ ആയിട്ട് മാറും. 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? Zn2+ ആയിട്ട് മാറും. അപ്പോൾ ഈ സിങ്ക് വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ സിങ്ക് ഇലക്ട്രോണിലൂടെ ഇപ്പുറം എത്തും. അവിടെ എത്തുമ്പോൾ ആ കോപ്പർ റോഡ് എവിടെയാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ നോക്കുക. ഇലക്ട്രോൺ ഫ്ലോ സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ്. ഇങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ കോപ്പർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ആരാ ഉള്ളത്? Cu2+ അയോൺസ് ഉണ്ട്. ഈ Cu2+ അയോൺസ് സിങ്ക് കൊടുക്കുന്ന ഈ 2 ഇലക്ട്രോണുമായി റിയാക്ട് ചെയ്തുകൊണ്ട് Cu ആയിട്ട് മാറും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? സിങ്ക് സിങ്കിന്റെ അളവ് കുറേശ്ശെ കുറഞ്ഞു വരും. എന്നാൽ ഈ കോപ്പർ റോഡിന് മുകളിലായിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള കോപ്പർ വന്ന് പറ്റിപ്പിടിക്കുന്നതായിട്ട് കാണാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന 2 റിയാക്ഷനും കണ്ടല്ലോ. Zn gives Zn2++ 2 ഇലക്ട്രോൺ. അതോടൊപ്പം Cu2++ 2 ഇലക്ട്രോൺ gives Cu. ഇവിടെ സിങ്കിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? നോക്കിയേ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സിങ്ക്? അത് എലമെന്റൽ ഫോമിൽ ആകുമ്പോഴേക്ക് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അതുപോലെ ഇവിടെ കോപ്പർ എന്ന മെറ്റലിന് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. What is the oxidation number of zinc? 0. What is the oxidation number of copper? 0. പക്ഷെ ഇവിടെ Cu2+ ആകുമ്പോഴേക്കും ഓക്സിഡേഷൻ നമ്പർ 2+ ആകുന്നു. Zn2+ ആകുമ്പോഴേക്കും ഓക്സിഡേഷൻ നമ്പർ 2+ ആകുന്നു. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതിനെയാണ് നാം എന്ത് പറയുക? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയാം. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, that is known as reduction. reduction, നിരോക്സീകരണം. That means zinc undergoes oxidation and Cu2+ undergoes reduction. ഇനി നമുക്ക് നോക്കാം. ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണ്? സിങ്ക് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗാൽവനിക് സെല്ല് വരച്ചാലും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക. അതിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു അല്ലേ? ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്നുവെങ്കിൽ നമുക്ക് അത്തരം റിയാക്ഷൻ എന്ത് പറയാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ റിഡോക്സ് റിയാക്ഷന് നമുക്ക് ഈ 2 റിയാക്ഷനും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതി നോക്കാം. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. റിഡോക്സ് റിയാക്ഷൻ. ഈ റിഡോക്സ് റിയാക്ഷൻ എഴുതാനായിട്ട് ഈ 2 ഇക്വേഷനും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം.
ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന, അതായത് ആരോ മാർക്കിന്റെ ഇടതുവശത്ത് വരുന്ന, ഇവിടെ ഏതാണ് Zn അല്ലെ 0. ഇവിടെ എന്താണ് ഈ Cu2 പ്ലസും 2 ഇലക്ട്രോൺ, ഇത്രയുമാണ് ആരോ മാർക്കിന് ഇപ്പുറം വരുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതണം. അപ്പൊ ഒന്ന് എഴുതിയേ, Zn പ്ലസ് Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ്, നോക്കാം ഇനി ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിലുള്ളത് ഒന്ന് ആഡ് ചെയ്തേ, Zn2 പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് Cu എന്ന് കിട്ടും. ഈ 2 ഇലക്ട്രോൺ ഇവിടെയും കോമൺ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാം. അപ്പൊ ഞാനതിനെ ഒഴിവാക്കി. അപ്പൊ നമുക്ക് റിഡോക്സ് റിയാക്ഷന്റെ ശരിക്കുള്ള ഇക്വേഷൻ കിട്ടി. എന്താണ്? Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് Cu. ഇതാണ് ഈ ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന റെഡോക്സ് പ്രവർത്തനത്തിന്റെ ഇക്വേഷൻ. ഈ റിയാക്ഷൻ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാം. കാരണം ഇവിടെ എന്താ സംഭവിക്കുക, സിങ്ക് Cu2 പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സിങ്കും Cu2 പ്ലസ്, സിങ്കും ഇവിടെയുള്ള കോപ്പർ സൾഫേറ്റിലുള്ള Cu2 പ്ലസ് ആണ് ഇവിടെ ശരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം. Zn പ്ലസ് Cu2 പ്ലസിന് പകരം നമുക്ക് CuSO4 എന്ന് എഴുതിയാലും മതി. ഗീവ്സ് ഇവിടെ Zn2 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Zn2 പ്ലസ് എന്ന് പറയുന്നത് സിങ്ക് എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും Zn2 പ്ലസ് ആയിട്ട് ഇവിടെ സൊല്യൂഷനിൽ പ്രവേശിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് Zn2 പ്ലസിന് പകരം ZnSO4 പ്ലസ് Cu എന്ന് എഴുതിയാലും മതി. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇതാണ്. ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് Zn ആണ്. ഇനി കോപ്പർ സൾഫേറ്റിലുള്ള Cu2 പ്ലസും ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അപ്പം അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് Zn2 പ്ലസ് കിട്ടും. ഇതിന് പകരം ZnSO4 എന്ന് എഴുതിയാലും മതി, പ്ലസ് Cu. ഇതാണ് ഇവിടെ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്, രണ്ടും നമുക്ക് എഴുതാം. ഓക്കെ. ഇപ്പൊ ഗാൽവനിക് സെല്ല്, സിങ്ക് കോപ്പർ ഗാൽവനിക് സെൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ZnCu ഗാൽവനിക് സെൽ. ഇതിനെ വോൾട്ടായിക് സെൽ എന്നും പറയാം. അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അതായത് ഓക്സിഡേഷൻ നടക്കുന്നത്, റിഡക്ഷൻ നടക്കുന്നത് നോക്കി. ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇനി ലെസ് റിയാക്റ്റീവ് മെറ്റൽ അണ്ടർഗോസ് റിഡക്ഷൻ. ഇനി റിഡോക്സ് റിയാക്ഷൻ, അതിന്റെ ഇക്വേഷൻ. ഇലക്ട്രോൺ ഫ്ലോയും മനസ്സിലാക്കി. ഫ്രം Zn to Cu ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ Zn to Cu. ഇനി ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ് എങ്കിൽ കറണ്ട് ഫ്ലോ എങ്ങോട്ടായിരിക്കും? കോപ്പർ ടു സിങ്ക് ആയിരിക്കും. അപ്പൊ കറണ്ട് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്, ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ സിങ്ക് ആണല്ലോ ഇലക്ട്രോൺ കൊടുക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. കോപ്പർ ആണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് അല്ലേ, ഇങ്ങോട്ടാണല്ലോ ഇലക്ട്രോൺ പോകുന്നത്, Cu2 പ്ലസ് ആണല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോണിന് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിനെ പറയുന്ന ഒരു പേരുണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയും. പോസിറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് പറയും. നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് നോൺ ആസ് ആനോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് നോൺ ആസ് കാഥോഡ്. അപ്പോൾ ഇവിടെ ഏതാണ് ആനോഡ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് ആണ് ആനോഡ്. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ ആണ് കാഥോഡ്. ഏതൊരു ഗാൽവനിക് സെൽ എടുത്താലും നമ്മൾ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആനോഡും, അതായത് നെഗറ്റീവ് ചാർജും, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് പോസിറ്റീവ് ചാർജ്, അതായത് കാഥോഡും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പൊ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഗാൽവനിക് സെൽ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ്
കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഗാൽവനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. പിന്നെ ആനോഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും. ആനോഡിക് ഓക്സിഡേഷൻ ആൻഡ് കാഥോഡിക് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ആനോഡിക് ഓക്സിഡേഷൻ, അപ്പോൾ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കും. കാഥോഡിക് റിഡക്ഷൻ, കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ നടക്കും, നിരോക്സീകരണം നടക്കും. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആനോഡിനാണ് ഓക്സിഡേഷൻ നടക്കുക എന്ന് മനസ്സിലായി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇക്വേഷൻ എഴുതുക. ഇനി കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ ആണ്, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന രീതിയിലായിരിക്കണം ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ആൻഡ് ദ റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ വെച്ചിട്ടും പറയാം. ഓക്സിഡേഷൻ ഈസ് ദ process of removal of electron. Reduction is the process of receiving of electron എന്നും പറയാം. അതുപോലെ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്, കറണ്ട് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗാൽവനിക് സെല്ലിൽ അറിയേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ഗാൽവനിക് സെല്ല് പരിചയപ്പെടാം. ഇവിടെ തന്നിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ AgNO3, അതുപോലെ കോപ്പർ CuSO4. അപ്പോൾ അതിൻ്റെ തന്നെ സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൽവർ ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. എന്നിട്ട് അവയെ സോൾട്ട് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പിലുള്ള ട്യൂബാണ്. അതിനുള്ളിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഓർ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, ഇതിൽ എന്താണ് സംഭവിക്കുക, ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്കിനി അടുത്തറിയേണ്ടത്. അപ്പോൾ ആദ്യം ഓക്സിഡേഷൻ എഴുതാം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചു. ഓക്സിഡേഷൻ ഓക്സീകരണമാണ്. ഞാൻ മലയാളത്തിൽ എഴുതുന്നില്ല, നിങ്ങൾ എഴുതുക. ഓക്സീകരണമാണ്. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നോക്കുക. ഓക്സിഡേഷൻ ആർക്കാണ് ഓക്സീകരണം? ആനോഡിനാണ് ഓക്സീകരണം സംഭവിക്കുക. ആനോഡിന്. ഇവിടെ ആനോഡ് ഏതാണ് ആനോഡ്? റിയാക്ടിവിറ്റി കൂടിയതാണോ കുറഞ്ഞതാണോ? റിയാക്ടിവിറ്റി കൂടിയതാണ്. റിയാക്ടിവിറ്റി ഞാനിങ്ങനെ ആറെന്ന് എഴുതുന്നു. റിയാക്ടിവിറ്റി കൂടിയതാണ് ആനോഡ്. റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് കാഥോഡ്. റിയാക്ടിവിറ്റി കൂടിയത് ആനോഡും റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡും. അപ്പൊ ഇവിടെ ഓക്സീകരണം സംഭവിക്കുന്നത് ആർക്കാണെന്ന് നോക്കാം. ഓക്സീകരണം സംഭവിക്കുന്നത് നോക്കുക, കോപ്പർ സിൽവർ. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടിയത്? കോപ്പറിനാണ് അല്ലെ. കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. അപ്പോൾ ശരിക്കും കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്, പക്ഷെ സിൽവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കും. കോപ്പർ അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷന്റെ ഇക്വേഷൻ നമ്മൾ എപ്പോഴും എഴുതുന്നത് എങ്ങനെയായിരിക്കും? Cu gives Cu2++ 2 ഇലക്ട്രോൺ എന്നായിരിക്കും അല്ലേ. കാരണം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതാണ് റിഡക്ഷൻ. ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് റിഡക്ഷൻ. റിഡക്ഷൻ ആർക്കാണ്? നമ്മൾ പഠിച്ചു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്. ഇവിടെ ലെസ് റിയാക്റ്റീവ് ആരാണ്? സിൽവർ ആണ്. അപ്പോൾ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സിൽവർ Ag എങ്ങനെയാ? Agയിൽ സിൽവർ നൈട്രേറ്റിൽ Ag+ അയോൺസ് ആണുള്ളത്. അപ്പോൾ കോപ്പർ വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോൺ ഇവിടെ എത്തും. പക്ഷെ ആ 2 ഇലക്ട്രോണിനെ പിടിച്ചെടുക്കാനായിട്ട് 2 Ag+ വേണം. സിൽവറിന്റെ ചാർജ് എന്ന് പറയുന്നത്, സിൽവർ അയോണിന്റെ ചാർജ് എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ Ag++1 ഇലക്ട്രോൺ. ഒരു സിൽവർ അയോണിന് 1 ഇലക്ട്രോൺ മതി. അങ്ങനെ 2 സിൽവർ അയോണുകൾ ഈ 2 ഇലക്ട്രോൺ, കോപ്പർ കൊടുക്കുന്ന 2 ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യും. നമുക്കിവിടെ ഒരു സിൽവർ അയോണിന് വരുന്ന മാറ്റം എഴുതിയാൽ മതി.
Ag പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Ag. ഇതാണ് റിഡക്ഷൻ, അതായത് നിരോക്സീകരണം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? റെഡോക്സ് റിയാക്ഷൻ എഴുതണം. റെഡോക്സ് അല്ലേ? റെഡോക്സ് റിയാക്ഷൻ എങ്ങനെ എഴുതാം? ഈ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒന്ന് ആഡ് ചെയ്ത് എഴുതുക. Cu പ്ലസ് Ag. നോക്കുക, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ വരത്തക്ക രീതിയിലുള്ള ഇക്വേഷൻ വേണം നമ്മൾ ഇവിടെ എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ 2 Ag പ്ലസുമായിട്ട് റിയാക്ട് ചെയ്യണം. കണ്ടല്ലോ? അപ്പോൾ ഈ റിയാക്ഷനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ റിഡോക്സ് റിയാക്ഷൻ എഴുതുമ്പോൾ ഈ 2 ഇലക്ട്രോൺ പിന്നെ ആരോ മാർക്കിന് അപ്പുറവും അപ്പുറവും വരത്തക്ക രീതിയിൽ വരുന്ന ഇക്വേഷൻ വേണം എടുക്കാൻ. ഇത് രണ്ടും വേണം എടുത്ത് എഴുതാനായിട്ട്. അപ്പോൾ Cu ഇവിടെ Cu എടുത്തു, പിന്നെ ഇവിടെ എന്താ 2Ag പ്ലസ്, പിന്നെ 2 ഇലക്ട്രോൺ ഇവിടെ അവിടെയും വരുന്നു, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ഗീവ്സ് ആരോ മാർക്കിന് അപ്പുറം എന്തൊക്കെയാ? Cu2 പ്ലസും Ag. എത്രയുണ്ട്? 2Ag. എന്താ കാരണം എന്ന് ഇവിടെ കിട്ടിയല്ലോ. 2 ഇലക്ട്രോൺ കോപ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സിൽവർ അയോൺ ഈ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 സിൽവർ ആറ്റം കിട്ടും. ഇതാണ് റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആർക്കാ കിട്ടുക? ആനോഡിനാണല്ലോ. ആരാണ് ഇവിടെ ആനോഡ്? കോപ്പറാണ് ആനോഡ്. ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും. ആരാണ് ഇവിടെ കാഥോഡ്? സിൽവറാണ് കാഥോഡ്. ഇതിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാ? ഫ്രം കോപ്പർ ടു സിൽവർ. ഇനി കറണ്ട് ഫ്ലോയോ? കറണ്ട് എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഫ്രം സിൽവർ ടു കോപ്പർ. ഇതാണ് കോപ്പറും സിൽവറും ഉപയോഗിച്ചിട്ടുള്ള ഗാൽവനിക് സെൽ. ഇപ്പം ഈ രീതിയിലാണ് ഇക്വേഷൻസ് എഴുതേണ്ടത്. അപ്പം നമുക്ക് എപ്പോഴും കോപ്പർ കാഥോഡായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലുമായിട്ട് ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കോപ്പർ എന്തായിരിക്കും? ആനോഡായിട്ട് മാറും. അങ്ങനെ നമുക്കത് ആ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ആനോഡും കാഥോഡും ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. ഗാൽവനിക് സെല്ല് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗാൽവനിക് സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനി തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ സോൾട്ട് ബ്രിഡ്ജിൻ്റെ പ്രാധാന്യം കൂടെ നമ്മൾ അറിയണം. അവിടെ ഈ സർക്യൂട്ട് എപ്പോഴും കംപ്ലീറ്റ് ആക്കാനും അതുപോലെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ എപ്പോഴും ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സോൾട്ട് ബ്രിഡ്ജ് അറേഞ്ച് ചെയ്യുന്നത്. സോൾട്ട് ബ്രിഡ്ജ് ഈസ് എ U-tube filled with a paste made by mixing gelatin or agar-agar gel and a salt like potassium chloride, potassium nitrate or ammonium chloride. This completes the circuit by transfer of ions and maintains the electrical neutrality of the cell. Potassium chloride, potassium nitrate, ammonium chloride ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിൻ അല്ലെങ്കിൽ അഗർ ജെല്ലിയിൽ കലർത്തിയ അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച U ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. ഇത് അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. അടുത്തതായി മറ്റൊരു ഗാൽവനിക് സെൽ പരിചയപ്പെടാം. കോപ്പർ, അയൺ എന്നീ ഇലക്ട്രോഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. CuSO4 സൊല്യൂഷനിലും FeSO4 സൊല്യൂഷനിലും മുക്കി വച്ചിരിക്കുന്നു. ഇവിടെയുള്ള വൈദ്യുത പ്രവാഹം പരിശോധിക്കുക. Feയിൽ നിന്നും Cuയിലേക്ക് ഇലക്ട്രോൺ പ്രവഹിക്കുന്നു. തൽഫലമായി വൈദ്യുത പ്രവാഹം Cuവിൽ നിന്നും Feയിലേക്കായിരിക്കും. ഇനി ഇവിടെ നടക്കുന്ന ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. Fe gives Fe2 plus 2 ഇലക്ട്രോൺ. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമായതിനാൽ Feക്ക് ഓക്സീകരണം സംഭവിക്കുന്നു. Cu2 plus 2 ഇലക്ട്രോൺ gives Cu. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമായതിനാൽ Cuവിന് നിരോക്സീകരണം സംഭവിക്കുന്നു. റെഡോക്സ് പ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് താഴെ തന്നിരിക്കുന്നത്. CuSO4 plus Fe gives FeSO4 plus Cu.